ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു തിരുവാതിരപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു തിരുവാതിരപ്പുഴുക്ക് കണ്ണൂർ സൈഡിലൊന്നും അധികം അങ്ങ് ഉണ്ടാക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ഭാഗങ്ങളിലും ധനുമാസത്തിലെ തിരുവാതിരക്ക് ഈ ഒരു തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ തിരുവാതിരക്ക് വേണ്ടി ഉണ്ടാക്കിയ പുഴുക്കൊന്നുമല്ല. ഈ ഒരു തിരുവാതിരപ്പുഴുക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ വിചാരിച്ചു ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് മുന്നേ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു തിരുവാതിരപ്പുഴുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തിരുവാതിരപ്പുഴുക്ക് സാധാരണ നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങളും നമ്മുടെ കയ്യിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് പയറും വൻപയറും ഏകദേശം ഒരു അര ഗ്ലാസ് വീതം രണ്ടും എടുത്തിട്ടുണ്ട്. അത് ഞാൻ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ചെറുപയറും വൻപയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇനി കടല ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ കുതിർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ കുതിർത്ത് വെച്ച വൻപയറും ചെറുപയറൊക്കെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ വേവിച്ചെടുക്കേണ്ട. നമുക്ക് ബാക്കിയുള്ള കിഴങ്ങുകൾ കൂടി കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കൂർക്കയും ഒരു ചെറിയ കഷ്ണം കപ്പയും ഒരു സ്വീറ്റ് പൊട്ടറ്റോയുമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ധാന്യങ്ങളും മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും അതിൻ്റെ കൂടെ ഒരു പച്ചക്കായ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. പച്ചക്കായയും കൂർക്കയും ബാക്കിയുള്ള കിഴങ്ങും എല്ലാം കൂടി ഏകദേശം ഒരേ സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു സെയിം കുക്കറിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വൻപയറിൻ്റെയും പയറിൻ്റെയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായയും ബാക്കി കിഴങ്ങ് വർഗ്ഗങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ അടിക്കുന്നത് വരെ ഇത് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളവും ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച കിഴങ്ങും വൻപയറും ചെറുപയറും ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു തവി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. സാധാരണയായിട്ട് ഇതുപോലുള്ള പുഴുക്കൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടാണ് ഉണ്ടാവുക. നമ്മളപ്പോൾ എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കണ്ട, പിന്നെ അത് കറി പോലെ ആയിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സ്റ്റൗ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇന്നത്തെ പുഴുക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പുഴുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി വേറെ ഒന്നും താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഈ ഒരു പുഴുക്ക്. കാരണം ഇതിൽ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് വെറുതെയും കഴിക്കാം, കഞ്ഞിയുടെ കൂടെ ആയാലും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.